ഹായ് എവരിവൺ. സോ നമ്മുടെ ചാപ്റ്ററിന്റെ മൾട്ടി വാരിയബിൾ ഫംഗ്ഷൻ ആണ് ചർച്ച ചെയ്തിരുന്നത്. ആ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടക്കുകയാണ്, വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ പക്ഷെ അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തു പോകുന്നത്. പിന്നെ നിങ്ങൾ മുന്നോട്ടുള്ള പഠനങ്ങളിൽ നിങ്ങൾ എന്തായാലും വെക്ടർ ഫീൽഡൊക്കെ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മളെ കയ്യിൽ ഒരു ഡൊമൈൻ ഉണ്ട്. അത് ചിലപ്പം R2 R3 ഒന്നെങ്കിൽ ഓർഡേഡ് പെയറോ ഓർഡേഡ് ട്രിപ്ലറ്റോ ആയിട്ടുള്ള സംഖ്യകളുണ്ട്, അല്ലെ R2. അതാണ് നമ്മൾ മൊത്തം R2 എടുക്കുകയാണ്. മൊത്തം പ്ലെയിൻ ആണ് നമ്മളുടെ ഡൊമൈൻ. ആ ഡൊമൈനിലെ ഈച്ച് പോയിന്റ് നമ്മളൊരു വെക്ടർ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം R2 ഒരു പോയിന്റ് ആണ് ഓർഡേഡ് പെയർ 1 3, അല്ലെ ഏതൊരു പോയിന്റ് റാൻഡമിൽ ഒരു പോയിന്റ് എടുത്തു, അത് 1 3. അപ്പൊ അതിന് ഞാനൊരു വെക്ടർ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. 1 3 ആയതുകൊണ്ട് 1i + 3j ഞാൻ വെക്ടർ ഇക്വേഷനിലേക്ക് എഴുതി. അത് അതിന്റെ പൊസിഷൻ വെക്ടർ ആണ്. അപ്പൊ നമ്മൾ അതിലെ ഈച്ച് പൊസിഷൻ അവിടെ പൊസിഷൻ വെക്ടർ അസൈൻ ചെയ്ത് കൊടുക്കണം. ശരിക്കും ഒരു ഫംഗ്ഷൻ പോലെ, അല്ലെ? നമ്മളൊരു വാല്യൂ എടുക്കുന്നു, ആ ഡൊമൈനിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടർ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. നമുക്കിവിടെ ഞാനിപ്പോ 1 2 എന്ന് പറഞ്ഞ പോയിന്റിന് എന്താണ് 1i + 1 3 ആണ്, 1i + 3j അതാണല്ലോ ഞാൻ അസൈൻ ചെയ്ത് കൊടുത്ത വെക്ടർ. അപ്പൊ നമ്മൾ പൊസിഷൻ വെക്ടർ അസൈൻ ചെയ്ത് കൊടുത്തു. ഇതേപോലെ തന്നെ എനിക്ക് പൊസിഷൻ വെക്ടർ മാത്രമല്ല, ഞാൻ മറ്റൊരു ഫംഗ്ഷൻ കൊണ്ടുവന്നിട്ട് നമ്മൾ വെക്ടർ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരു രീതിയിലും നമുക്ക് എക്സ് കോർഡിനേറ്റിനും വൈ കോർഡിനേറ്റിലും അല്ല ഐന്റെയും ജെന്റെയും മൾട്ടിപ്ലൈ ആയിട്ട് എഴുതുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അതിന് പ്രത്യേക ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ഡൊമൈനിലെ ഒരു പോയിന്റിന് നമ്മളൊരു വെക്ടർ അസൈൻ ചെയ്ത് കൊടുക്കുക. ആ ഫംഗ്ഷൻ നമുക്ക് എന്ത് പറയാം, വെക്ടർ ഫീൽഡ് എന്ന് പറയാം. ഇവിടെ ഇപ്പൊ നമ്മൾക്ക് തുടക്കത്തിൽ തന്നെ നമ്മളോട് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഒരു പ്ലെയിനിലൂടെയോ ഒരു സ്പേസിലൂടെയോ നമ്മളുടെ ഒരു വാട്ടറിന്റെ ഫ്ലോ നടക്കുകയാണ്. അപ്പോൾ വാട്ടറിനെ നമ്മളെടുക്കുന്ന വാട്ടറിനെ ഈ ചെറിയ ചെറിയ മോളിക്യൂൾസിൽ ചെറിയ പാർട്ടിക്കിൾസിന്റെ ഒരു സെറ്റായിട്ട് കാണാം. അപ്പോൾ ഓരോ പാർട്ടിക്കിളിലെയും വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വിചാരിക്കും. അപ്പോൾ നമുക്കറിയാം ഓരോ പോയിന്റ് എടുക്കുമ്പോഴും ആ പോയിന്റിൽ അതിന്റെ വെലോസിറ്റി ഡിഫറെന്റ് ആയിട്ട് വരും. ഓരോ പോയിന്റിലും ഓരോ വെലോസിറ്റി ആയിരിക്കും ആ വാട്ടറിന്റെ പാർട്ടിക്കിൾസിന് ഉണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു, അപ്പൊ അതിന്റെ വെലോസിറ്റി ഒരു വെക്ടറാണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമ്മളെ പാർട്ടിക്കിൾ ഒരു വാട്ടറിന്റെ പാർട്ടിക്കിൾ ഈച്ച് പോയിന്റിൽ എടുത്തുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടർ നമ്മൾ എന്താണ് അതിന്റെ വെലോസിറ്റി വെക്ടർ കാണാണ്. വെലോസിറ്റി വെക്ടർ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് വെലോസിറ്റിന്റെ വെക്ടർ ഫീൽഡായി. ഇതേപോലെ നമുക്ക് എക്സലറേഷന്റെ വെക്ടർ ഫീൽഡ് ഉണ്ടാക്കാം. അപ്പൊ ഒന്നുമില്ല, നമ്മളെ കയ്യിലുള്ള ഡൊമൈനിന് നമ്മൾ R2 ആണോ R3 ആണോ, ഇവിടെ നമ്മളിപ്പോ R2 R3 ആണ് നമ്മളുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ R2 ആയാലും R3 ആയാലും അതിൽ ഏതൊരു പോയിന്റ് എടുത്താലും, ഏതൊരു ഓർഡേഡ് ഡബിളറ്റ് എടുത്താലും ഓർഡേഡ് ട്രിപ്പിളറ്റ് എടുത്താലും എന്തായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടർ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ, അതാണ് വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് തിയററ്റിക്കൽ മേഖലയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വശങ്ങളും ഇതിന്റെ ഫിസിക്സിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ്. ഒരു വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നതാണ്. അപ്പം അതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിനെ കാണാം. ഇവിടെ നമുക്ക് കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അപ്പോൾ വെക്ടർ ഫീൽഡ് ജനറലി പറഞ്ഞത് വെക്ടർ ഫീൽഡ് ഓൺ എ ഡൊമൈൻസ് ലൈക്ക് എ ഫംഗ്ഷൻ ആണ്. ഇതിനൊരു ഡൊമൈൻ ഉണ്ടാവും, അല്ലെ? ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ വെക്ടർ ഫീൽഡ് ഓൺ എ ഡൊമൈൻ, അത് R2 ആവാം R3 ആവാം നമ്മളുടെ ഡൊമൈൻ. ഇവിടെ നമ്മൾ R2 R3 ആണ് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അത് കൺസിഡർ ചെയ്യും. അപ്പൊ ഡൊമൈൻ R2 R3 ആവും ഇൻ ദ പ്ലെയിൻ ഓർ ഇൻ ദ സ്പേസ്. ഓക്കെ, പ്ലെയിൻ എന്ന് പറയുമ്പോൾ R2 അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുമ്പോൾ R3 എടുത്ത് വിചാരിക്കാം. This is a function. അപ്പൊ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് ദാറ്റ് അസൈൻസ് എ വെക്ടർ ടു ഈച്ച് പോയിന്റ്. നമ്മുടെ ഡൊമൈനിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടർ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മളുടെ വെക്ടർ ഫീൽഡിന്റെ പണി. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഡൊമൈനിലെ ഈച്ച് പോയിന്റിന് എന്ത് ചെയ്ത് കൊടുക്കുക, അസൈൻസ് എ വെക്ടർ ടു ഈച്ച് പോയിന്റ് ഓൺ ദ ഡൊമൈൻ. ഡൊമൈനിലെ ഓരോ പോയിന്റിനും ഓരോ വെക്ടറിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു സ്പേസിലെ വെക്ടർ ഫീൽഡ് ആണ്. അപ്പൊ f(x,y,z), അപ്പൊ നമ്മളുടെ ഡൊമൈനിൽ നമുക്ക് ഓർഡർ ട്രിപ്ലറ്റ് ഉണ്ട്. അപ്പൊ XYZ ആണ്. അപ്പൊ XYZ എന്നൊരു 3 പോയിന്റ് ഉണ്ട്. അപ്പൊ XYZ റാൻഡംലി ഒരു പോയിന്റ് എടുത്ത് ആ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മൾ ഒരു വെക്ടർ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്തു, 3
റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കൊണ്ടുവന്നു PQR R3 ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനെ കൊണ്ടുവന്നു, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കൊണ്ടുവന്നു. എന്നിട്ട് എന്താണ് എക്സിലും വൈയിലും സെറ്റിനും ഒക്കെ കറസ്പോണ്ടിങ് കോർഡിനേറ്റിനെ എന്തുണ്ടാക്കുന്ന കമ്പോണന്റ് ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ എക്സ് കമ്പോണന്റ് ഫംഗ്ഷൻ P(x(y(z) ആണ്. അപ്പൊ ഇതൊരു വാല്യൂ വരും × I പ്ലസ് അടുത്തൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുത്തു Q(x(y(z). ഇതൊക്കെ നമ്മുടെ കമ്പോണന്റ് ഫംഗ്ഷൻസ് അല്ലേ. നമ്മൾ മുന്നേ ചർച്ച ചെയ്ത സെയിം സാധനം തന്നെ അല്ലെ, R(x(y(z) × K. അപ്പൊ നമ്മൾ വെക്ടർ ഫീൽഡ് എങ്ങനെയാണ്, നമുക്ക് XYZ എന്നൊരു പോയിന്റ് നമ്മൾ ഒരു വെക്ടറിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ആ വെക്ടറിൽ ഐന്റെ എക്സിന്റെ കോർഡിനേറ്റ് കമ്പോണന്റ് ഫംഗ്ഷൻ ആയിട്ട് P(x(y(z) വൈൻ്റെത് Q(x(y(z) സെറ്റിൻ്റെത് R(x(y(z) കോർഡിനേറ്റ് ഫംഗ്ഷൻസ് കമ്പോണന്റ് ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇങ്ങനെ 3 കമ്പോണന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെക്ടർ ഫംഗ്ഷൻ നമ്മൾ ഫോം ചെയ്യാണ്. അപ്പോൾ ഒന്നുമില്ല, വെക്ടർ ഫംഗ്ഷൻ പോലെ തന്നെയാണ് ഇവിടെ വർക്ക് ആവുന്നത്. നമ്മൾ ആ XYZ എന്ന പോയിന്റിൽ നമ്മളൊരു വെക്ടർ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ PQR എന്ന് പറയുന്ന 3 ഫംഗ്ഷനാണ് നമ്മൾ ഇതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ആ സെയിം തന്നെയാണ്. അപ്പോൾ വെക്ടർ ഫീൽഡിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് ആണ് PQR. ഓക്കെ, ഈ ഒരു കമ്പോണന്റ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മളെ വെക്ടർ ഫീൽഡ് കണ്ടിന്യൂസ് ആണോ ഡിഫറൻഷ്യബിൾ ആണോ എന്നൊക്കെ പറഞ്ഞത്. പിയും ക്യൂവും ആറും കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, കമ്പോണന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഈ 3 ഫംഗ്ഷനുകളും ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് എന്ത് പറയാം, ഇത് 3ഉം നമ്മളെ വെക്ടർ ഫീൽഡ് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമ്മൾ പറയും. സിമിലർലി നമ്മളെ ഒരു 2 ഡയമെൻഷണൽ സ്പേസിൽ എന്താ വരിക, അവിടെ സെറ്റ് കോർഡിനേറ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. xy എന്ന് പറയുന്ന നമ്മളുടെ പ്ലെയിനിലെ R2 ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ P(xy(i) പ്ലസ് Q(xy(j). അതായത് പിയും ക്യൂ ആണ് 2 കമ്പോണന്റ് ഫംഗ്ഷനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ XY എന്ന പോയിന്റിലേക്ക് നമ്മൾ എന്ത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു വെക്ടറിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വെക്ടറിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ f(xy) ആണ് നമ്മളുടെ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതിന്റെ പൊസിഷൻ വെക്ടറിലേക്ക് തന്നെ എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കുക അല്ലെ. അതായത് XY എന്ന് പറഞ്ഞൊരു പോയിന്റിനെ ഞാൻ XY ആണ് എന്റെ ഓർഡറുടെ പേര്. അപ്പൊ നമ്മൾ XI പ്ലസ് YJ അത് അതിന്റെ പൊസിഷൻ വെക്ടറിലേക്ക് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുക. ആ വെക്ടർ ഫീൽഡിലാണ് നമ്മൾ റേഡിയൽ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ശ്രദ്ധിക്കുക, എക്സും വൈയും ആണ് നമ്മളുടെ XY എന്ന് പറഞ്ഞൊരു ഓർഡർ പേരാണ്. നമ്മൾ R2 ഒരു റാൻഡംലി ഒരു പോയിന്റ് ചൂസ് ചെയ്യാണ്. അതിന് കറസ്പോണ്ടിങ് ആയി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വെക്ടർ എന്ന് പറയുന്നത് XI പ്ലസ് YJ, അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻ വെക്ടർ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനത്തെ വെക്ടറിനെയാണ് റേഡിയൽ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞത്. റേഡിയൽ വെക്ടർ ഫീൽഡിന്റെ ഇങ്ങനെയാണ് ഉണ്ടാവുക, അതിന്റെ ഡയഗ്രം എന്ന് പറയുന്നത് അല്ലെ. കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പൊസിഷൻ വെക്ടർ ആയിട്ടാണ് ഉണ്ടാവുക. സിമിലർലി വേറൊരു വെക്ടർ ഫീൽഡും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ ഓർ സ്പിൻ ഫീൽഡ് ആണ്, അല്ലെങ്കിൽ സ്പിൻ വെക്ടർ ഫീൽഡ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്ന സാധനം. അതിന്റെ ഫംഗ്ഷൻ f(xy) എന്ന് പറഞ്ഞ എക്സും വൈ എന്നൊരു പോയിന്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -yi പ്ലസ് xj/√(x²) പ്ലസ് y² ആയിരിക്കും. ഓക്കെ, അതായത് XY എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെക്ടറിലേക്ക് -yi പ്ലസ് xj/√(x² പ്ലസ് y². അപ്പൊ ഇതാണ് നമ്മളുടെ വെക്ടർ ഫീൽഡ് ഫംഗ്ഷൻ. ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പിൻ ചെയ്യുന്ന പോലുള്ള ഒരു ഗ്രാഫിന്റെ ഫംഗ്ഷനാണ്. ഇവിടെ ഈ ഒരു ഡയറക്ഷൻ, ആ ഒരു ഏരോ കൊടുക്കുന്നത് അതിന് ഈച്ച് പോയിന്റിന്റെ അതിനെ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈച്ച് പോയിന്റ് ഉണ്ടാവുന്ന ഡയറക്ഷൻ പോലെയാണ്. ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കാം. ഇങ്ങനെ ഏതൊരു വെക്ടർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ ഫ്ലോ പോലെ തന്നെ വേറൊരു രീതിയിലൊരു ഫ്ലോ കാണും. അതിന്റെ ഈ ഒരു ഗ്രാഫിന്റെ പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് നമുക്ക് വെക്ടർ ഫീൽഡിനെ ഓരോ രീതിയിൽ തരംതിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് അധികം പോകുന്നില്ല. നമ്മൾ കേളും ഡൈവേർജൻസ് എന്ന് പറഞ്ഞ 2 കൺസെപ്റ്റ് പറഞ്ഞിട്ട് അത് ത്രൂ ആണ് ഇതിന്റെ ഗ്രാഫിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പോകുന്നുള്ളൂ. അപ്പൊ നമുക്ക് വെക്ടർ ഫീൽഡ് എന്താ മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ ഡൊമെയിൻ R2 ആയാലും R3 ആയാലും അതിനൊരു വെക്ടറിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഫംഗ്ഷൻ, ഇപ്പൊ അത്ര മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ മുന്നേ
ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ എന്തായിരുന്നു, ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ അല്ലെ. അപ്പൊ ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എക്സിലും വൈയിലും സെറ്റിലും ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കമ്പോണൻസ് ആയിട്ട് വരുന്ന എന്തായിരിക്കും, ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെറ്റ് കെ എന്ന് വരും അല്ലെ. അങ്ങനെയാണ് ആ ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യാറ്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കി, നമ്മളെ കയ്യിലൊരു സ്കാലാർ ഫംഗ്ഷൻ ആണുള്ളത് ക്യൂ ഓഫ് എക്സ് വൈ. അതിന്റെ ഗ്രേഡിയന്റ് ആക്കുക, ഗ്രേഡിയന്റ് ഓഫ് ആ ഫംഗ്ഷൻ കാണുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതിനൊരു ഫംഗ്ഷൻ ഒരു വെക്ടറിലേക്ക് മാറ്റിയായിരുന്നു അല്ലെ. ഒരു സ്കാലാർ ഫംഗ്ഷനെ അതിന്റെ കറസ്പോണ്ടിങ് വെക്ടറിലേക്ക് മാറ്റിയായിരുന്നു ഓപ്പറേറ്റർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഗ്രേഡിയന്റ് ഓപ്പറേറ്ററിനെ എന്ത് പറയാം, അതൊരു വെക്ടർ ഫീൽഡാണ്, അതൊരു വെക്ടർ ഫീൽഡിലെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ ഫീൽഡിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കയ്യിലൊരു സ്കാലാർ ഫംഗ്ഷൻ ഉണ്ട്. സ്കാലാർ ഫംഗ്ഷൻ എന്നത് ഫൈ ഓഫ് എക്സ് വൈ സെറ്റ് എന്നാണ്. അപ്പോൾ ഇതൊരു എന്താണ്, മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ആണ്, 3 വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. അതിന്റെ ഗ്രേഡിയന്റ് കാണാണ്. ഗ്രേഡിയന്റ് ഓഫ് ഡെൽ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ ജെ, ഡോ ഫൈ ബൈ ഡോ സെറ്റ് കെ അല്ലെ. ഇവിടെ എന്ന് പറഞ്ഞത് അപ്പൊ ഈ ഒരു എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് ഇവിടെ ഒരു വെക്ടർ ഫീൽഡ് ആയിട്ടാണ്. കാരണം ഒരു സ്കാലാർ ഫംഗ്ഷനെ നമുക്കൊരു എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞൊരു പൊസിഷനെ നമ്മൾ എന്ത് കാണാണ്, അതിന്റെ ആ ഫംഗ്ഷന്റെ ഒരു ഫംഗ്ഷന്റെ ഒരു സ്കാലാർ ഫംഗ്ഷൻ ഉണ്ട്. ആ സ്കാലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കാണാണ്. ഗ്രേഡിയന്റ് കാണുമ്പോൾ ആ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ഫംഗ്ഷനിലേക്ക് മാറുന്നുണ്ട്, വെക്ടർ ഫോമിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ആ അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഈച്ച് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വെക്ടർ ഫീൽഡ് വെക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു ഫീൽഡായിട്ട്, ഗ്രേഡിയന്റ് ഫീൽഡ് എന്താണ്, ഗ്രേഡിയന്റ് വെക്ടർ ഫീൽഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വെക്ടർ ഫീൽഡ് ഓപ്പറേറ്റർ ആണ് എന്ത്, അതായത് വെക്ടർ ഫീൽഡാണ് നമ്മളെ ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ഈച്ച് പൊസിഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്ടറിലേക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഡൊമൈനിൽ ഈച്ച് പോയിന്റിനെ വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്ന, വെക്ടറിലേക്ക് അസൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പൊ ആ വെക്ടർ ഫീൽഡിന്റെ കുറച്ച് പ്രോപ്പർട്ടി പറയാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് വസ്തുതകൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. അതെന്ന് പറഞ്ഞാൽ കേൾ ആൻഡ് ഡൈവേർജൻസ് ആണ്. അപ്പം കേൾ ആൻഡ് ഡൈവേർജൻസ് പറഞ്ഞ മുന്നേ നമുക്ക് എന്ത് നിശ്ചയം വേണം, ഒന്ന് ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും. നമ്മൾ മുന്നേ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്, ബേസിലേക്ക് പോകുന്നില്ല. എങ്ങനെയായിരുന്നു രണ്ട് വെക്ടറുകളുടെ ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും കാണുക. ക്രോസ് പ്രൊഡക്റ്റ് കാണുമ്പോൾ നമ്മളൊരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആയിരുന്നു കാണുക. ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഐ ജെ കെയും, പിന്നെ സെക്കൻഡും തേർഡും റോ എന്ന് പറയുന്നത് നമ്മളുടെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് വെക്ടറിന്റെ കോർഡിനേറ്റ് എക്സ് വൈ സെഡ് ഏതാണ്, ഇതാ. സെക്കൻഡ് വെക്ടറിന്റെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു മെട്രിക്സ് ആയി കണക്കാക്കിയിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കാണലായിരുന്നു നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് കാണുമ്പോൾ ചെയ്യാറ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ രണ്ട് വെക്ടേഴ്സ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്കാലാർ ആയിരുന്നു കിട്ടാറ്. അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, പ്ലസ് വൈ കോർഡിനേറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, പ്ലസ് സെഡ് കോർഡിനേറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്കൊരു സ്കാലാർ വാല്യൂ ആണ് വരിക. ഇനിയും കൂടുതൽ മനസ്സിലാവാത്ത ആൾക്കാർ ഗൂഗിളൊക്കെ ഇതാക്കിയിട്ട് എന്താണ് കേൾ, എങ്ങനെയായിരുന്നു, എന്താണ് ക്രോസ് പ്രൊഡക്റ്റ്, എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ്, അതെങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുക, ഇത്ര കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചേ മതിയാവുള്ളൂ. മുന്നേ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചർച്ച ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നമ്മളെ കേൾ ആൻഡ് ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ്. അപ്പൊ ഒരു വെക്ടർ ഫീൽഡ് ഫംഗ്ഷനെയാണ്, വെക്ടർ ഫീൽഡ് ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ ആ പൊസിഷനെ അതിന്റെ വെക്ടറിലേക്ക് അസൈൻ ചെയ്യുന്ന ഫംഗ്ഷന്റെ കേളും ഡൈവേർജൻസും എങ്ങനെ കാണാൻ നോക്കാം. അപ്പൊ നമ്മളെ കയ്യിലൊരു വെക്ടർ ഫീൽഡ് ഉണ്ട്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ആണ്. അതിന്റെ പി ക്യു ആർ ആണ് അതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസുകൾ. അപ്പൊ ഈ 3 കമ്പോണന്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഏതൊരു 3 പോയിന്റും നമുക്ക് എന്ത് ചെയ്യാം, വെക്ടറിലേക്ക് അസൈൻ ചെയ്യാം. അപ്പം ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് നമ്മളെ വെക്ടർ ഫീൽഡിന്റെ കേൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. ദ കേൾ ഓഫ് എഫ്, കേൾ ഓഫ് എഫ് റെപ്രസെന്റ് ചെയ്യുക കേൾ എഫ് എന്ന് പറഞ്ഞിട്ടാണ്. വേറെ ഗ്രീക്ക് വെക്ടറൊന്നുമില്ല. അപ്പം CURL കേൾ എഫ് എന്ന് തന്നെ എഴുതുക. അതാണ് കേൾ എഫ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ എന്ത് ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു, നമ്മൾ ഡെൽ ഓപ്പറേറ്റർ, അതായത് നമ്മളെ ഗ്രേഡിയന്റ് ഓപ്പറേറ്ററും നമ്മളെ വെക്ടർ ഫീൽഡിലെ എഫും കൂടി എന്ത് ചെയ്യുക,
ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കേൾ ഓഫ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്താ ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ആണ്. അത് നമുക്കറിയാം. ഈ ഓപ്പറേറ്ററിനെ നമ്മൾ എന്തായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക? നമ്മളെ കേൾ എഫ്, നമുക്ക് ഏത് ഫീൽഡിന്റെ കേളാണ് കാണേണ്ടത് ആ ഫീൽഡിന്റെ ഫംഗ്ഷൻ ആയിട്ട് എന്ത് ചെയ്യുക? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ അറിയാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പൊ രണ്ട് വെക്ടർ ഓപ്പറേറ്റർ ആണ് എഫ് എന്ന് പറയുന്നത് വെക്ടർ. അപ്പൊ രണ്ട് വെക്ടറുകൾ തമ്മിൽ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം. അപ്പം ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 3x3 മെട്രിക്സിന്റെ ഇവിടെ R3 എടുത്തുകൊണ്ട് 3x3 മെട്രിക്സിന്റെ എന്ത് കാണണം? ഡിറ്റർമിനന്റ് ആയിരുന്നു കാണേണ്ടത്. ആ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് IJK, ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല. സെക്കൻഡ് റോ എന്ന് പറയുന്നത് നമ്മളിവിടെ ഡെൽ ക്രോസ് എഫ് ആണ്. അപ്പം ഡെല്ലിന്റെ XYZ കോർഡിനേറ്റുകളാണ്. ഒന്ന് ഐന്റെ താഴെയായിട്ട് ഡോ ബൈ ഡോ എക്സ് ഐ കോർഡിനേറ്റ്, ജെന്റെ താഴെയായിട്ട് ജെ കോർഡിനേറ്റും കെന്റെ താഴെയായിട്ട് കെ കോർഡിനേറ്റും എഴുതാം. ആൻഡ് സെക്കൻഡ് ഫംഗ്ഷന്റെ IJKന്റെ കോർഡിനേറ്റ് PQ ഫംഗ്ഷൻസ് ആണ്. അതിന് എന്ത് ചെയ്യുക? PQRന് താഴത്ത് എഴുതാം. ഇനി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. അപ്പൊ ആദ്യം എന്തായാലും ചെയ്യുക? I ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഇൻറ്റു ആർ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ സെറ്റ്. അപ്പൊ ഇവിടെ ഒരു ഓപ്പറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെറ്റ് പ്ലസ് ജെ ഇൻറ്റു ഇവിടെ മൈനസ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നു ഡോ പി ബൈ ഡോ സെറ്റ് മൈനസ് ഡോ ജെന്റെ കാണുന്നു ഡോ പി ബൈ, അടുത്ത ജെന്റെ ആണ് കാണുന്നത്. ജെന്റെ കാണുമ്പോൾ ഡോ പി ബൈ ഡോ സെറ്റ് ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഓർഡർ എടുക്കുമ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് ഇവിടെ മൈനസ് വരും നമ്മൾ ഡിറ്റർമിനന്റ് കാണുമ്പോൾ, അല്ലെ? അപ്പൊ ജെ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെറ്റ് ആണ് ഇവിടെ വരിക. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഈ പുറത്തുള്ള മൈനസിന് ഉള്ളോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ സൈൻ മാറുകയാണ്. അപ്പൊ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമുക്കറിയാം, അല്ലെ? ഡിറ്റർമിനന്റ് കാണുമ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഓക്കെ ചെയ്യുക. സെക്കൻഡ് എലമെന്റിന്റെ പ്ലസ് അല്ല, ഇതിന്റെ ജെന്റെ മൾട്ടിപ്ലൈ ആയിട്ട് മൈനസ് ആയിരുന്നു വരിക. അപ്പൊ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? ആ എല്ലാ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ മൈനസ് എന്ന് ഈ സാധനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഈ ഇക്വേഷൻ അതുപോലെ ഒന്നെങ്കിലും ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങൾ രീതിയിൽ ഡിറ്റർമിനന്റ് കാണുമ്പോൾ ആ സൈൻ ചേഞ്ച് ശ്രദ്ധിക്കാം. അപ്പൊ ഇതാണ് നമ്മൾ കേൾ ഓഫിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്നുമില്ല, വാട്ട് ഇസ് എ കേൾ ഓഫ് എഫ് എന്ന് പറഞ്ഞൊന്നുമില്ല, നമ്മളുടെ ഗ്രേഡിയന്റ് ഓപ്പറേറ്ററും നമ്മളുടെ വെക്ടർ ഫീൽഡും കൂടി എന്ത് ചെയ്താൽ മതി? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിനെയാണ് കേൾ ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള മെത്തേഡ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ കേൾ ഓഫിന് നമുക്ക് കേൾ എഫ് എന്നും എഴുതാം, അല്ലെങ്കിൽ ഡെൽ ക്രോസ് എഫ് എന്നും എഴുതാം. ഓക്കെ, അപ്പൊ കേൾ എഫിന് ഒന്നെങ്കിൽ കേൾ എഫ് എഴുതാം, അല്ലെങ്കിൽ ഡെൽ ക്രോസ് എഫ് എന്ന് വായിക്കും ചെയ്യാം കേട്ടോ. അപ്പം ഡെൽ ക്രോസ് എഫ് എന്നും മനസ്സിലായി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളെ വെക്ടർ ഫീൽഡ് എഫ് ഈസ് സെറ്റ് ടു ബി ഇറൊട്ടേഷൻ. അപ്പോൾ ഒരു വെക്ടർ ഫീൽഡ് എങ്ങനെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഇറൊട്ടേഷന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ആ രീതിയിൽ പഠിച്ചു നോക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം വെക്ടർ ഫീൽഡ് എഫ് ഈസ് സെറ്റ് ടു ബി ഇറൊട്ടേഷൻ. ഒരു വെക്ടർ ഫീൽഡിന്റെ ഇറൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ വെക്ടർ ഫീൽഡിലെ കേള് കാണുമ്പോൾ, അതായത് ഡെൽ ക്രോസ് എഫ് കാണുമ്പോൾ ഈക്വൽ ടു 0 വരികയാണെങ്കിൽ നമ്മളെ വെക്ടർ ഫീൽഡിനെ നമ്മൾ എന്ത് പറയും? ഇറൊട്ടേഷൻ എന്ന് പറയും. അപ്പം പ്രോബ്ലത്തിലൊക്കെ ചില സമയങ്ങളിൽ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഒരു വെക്ടർ ഫീൽഡ് ഫംഗ്ഷൻ തരും, ആ ഫംഗ്ഷൻ വെക്ടർ ഫീൽഡിൽ ഇറൊട്ടേഷൻ ആണോ ചെക്ക് ചെയ്യാനൊക്കെ പറയും. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഡെൽ ക്രോസ് എഫ് 0 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറൊട്ടേഷൻ എന്ന് പറയാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ കേള് കഴിഞ്ഞു. ഇനി ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ, കേൾ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് ആയിരുന്നു, അല്ലെ? നമ്മുടെ ഗ്രേഡിയന്റ് ഓപ്പറേറ്ററും വെക്ടർ ഫീൽഡും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നു. പക്ഷെ ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളുടെ ഗ്രേഡിയന്റ് ഓപ്പറേറ്ററും നമ്മളെ വെക്ടർ ഫീൽഡും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് കേൾ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക, ഡൈവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഡെൽ ഡോട്ട് എഫ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഡെൽ ഓപ്പറേറ്റർ നമുക്കറിയാം ഡോ എക്സ് ബൈ ഡോ എ പ്ലസ് ഡോ വൈ ബൈ ഡോ ജെ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ഡോട്ട് പ്രൊഡക്റ്റ് ഇൻറ്റു പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ. നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഐ കോർഡിനേറ്റുകൾ തമ്മിൽ ചെയ്യുക, പ്ലസ് ജെ കോർഡിനേറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് സെറ്റ് കോർഡിനേറ്റ് നമ്മൾ മൾട്ടിപ്ലൈ. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ പറഞ്ഞാൽ ഇതൊരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ത് ചെയ്യുക? ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ സെറ്റ്.
ഓക്കെ, അപ്പൊ നമുക്കൊരു ഡൈവർജൻസ് ഓഫ് എഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്കൊരു സ്കേലാർ ആണ് കിട്ടുക. മനസ്സിലാക്കി വെക്കുക, കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എഗെയിൻ നമുക്കൊരു വെക്ടർ ആയിരിക്കും വരിക, വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്, ഇന്നർ പ്രോഡക്റ്റ് ആണ്. രണ്ട് വെക്ടറുകൾ ഇന്നർ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്കേലാർ ആണ് കിട്ടാന്ന് അറിയാം. അപ്പം ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്മളെ ഗ്രേഡിയന്റ് ഓപ്പറേറ്ററും നമ്മുടെ വെക്ടർ ഫീൽഡും കൂടി നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നതാണ്. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു സ്കേലാർ ഫംഗ്ഷൻ ആയിരിക്കും, ഡയറക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഡൈവേർജൻസ് ഓഫ് എഫിനെ DIV എഫ് എന്ന് നമുക്ക് പറയാം. ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡെൽ ഡോട്ട് എഫ് എന്നും വായിക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഒരു വെക്ടർ ഫീൽഡിനെ നമ്മൾ സോളിനോയിഡ് അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നത് ഡൈവേർജൻസ് ഓഫ് എഫ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഒരു വെക്ടർ ഫീൽഡ് സോളിനോയിഡലിനോ അല്ലെങ്കിൽ ഇൻകംപ്രസിബിളോ പറയണമെങ്കിൽ നമ്മൾ ആ വെക്ടർ ഫീൽഡിന് എന്ത് ചെയ്താൽ മതി, ഡെൽ ഓപ്പറേറ്റർ ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക, അതിന്റെ ഡൈവേർജൻസ് 0 ആയാൽ മതി. സിമിലർലി ഇറൊട്ടേഷണൽ എന്ന് പറയണമെങ്കിൽ അപ്പോൾ നമ്മൾ വെക്ടർ ഫീൽഡ് ഇറൊട്ടേഷണലാവണമെങ്കിൽ ഡെൽ ക്രോസ് എഫ് 0 ആവണം, കേൾ എഫ് 0 ആവണം. സിമിലർലി സോളിനോയിഡിലാവണമെങ്കിൽ നമ്മളെ വെക്ടർ ഫീൽഡ് എഫ് സോളിനോയിഡോ ഇൻകംപ്രസിബിളിനോ ആണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞ കണ്ടാൽ മതി, ഡൈവേർജൻസ് ഓഫ് എഫ് കാണാം, ഡെൽ ഡോട്ട് എഫ് 0 ആവുന്നുണ്ടോ എന്ന് കണ്ടാൽ മതി. ഓക്കെ, if f of xyz is a remark ആണ്, f of xyz ടൈപ്പ് ഡിഫറൻഷ്യബിൾ സ്കാലാർ ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ സ്കാലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കൊരു വെക്ടർ ഫംഗ്ഷൻ ആയിട്ട് മാറും. ആ വെക്ടർ ഫംഗ്ഷന്റെ ഡൈവേർജൻസ് നമ്മൾ കാണണം. ഓക്കെ, ആദ്യം ഗ്രേഡിയന്റ് കണ്ടു, പിന്നെ ഡൈവേർജൻസ് കാണണം. അപ്പൊ ഗ്രേഡിയന്റ് കാണുമ്പോൾ നമ്മൾ ഡെൽ എഫ് കാണാം. ഡെൽ എഫ് എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ ജെ പ്ലസ്. മനസ്സിലാക്കട്ടോ, നമ്മളിപ്പോ 3 നൊട്ടേഷൻ ആണ് പഠിച്ചത്. ഒന്ന് ഗ്രേഡിയന്റ് കാണുമ്പോൾ ഡെൽ എഫ് എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഡെല്ലിന്റെ ഓപ്പറേറ്റർ, ആ ഡെൽ ഓപ്പറേറ്ററിന്റെ എല്ലാ ഉള്ളിലും എഫ് കൊടുക്കുക. ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ വെക്ടർ ഫീൽഡ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ എക്സ് കോർഡിനേറ്റുകളായി മാത്രം എന്ത് ചെയ്യുക, എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡെറിവേറ്റ് ചെയ്യുക, പ്ലസ് വിത്ത് റെസ്പെക്ട് ടു എഫിനെ വൈ കമ്പോണന്റ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്തിട്ട് പ്ലസ് സെറ്റ് കമ്പോണന്റ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു സെറ്റ് കൊണ്ട് ചെയ്യുക. അപ്പൊ സ്കേലാർ കിട്ടും. കേള് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിറ്റർമിൻ ആ കേള് ക്രോസ് പ്രൊഡക്റ്റിന്റെ ഫോമിൽ തന്നെ ചെയ്യാം. അപ്പം ഗ്രേഡ് എഫ് ആയാലും ഡൈവേർജൻസ് ഓഫ് എഫ് ആയാലും ഗ്രേഡ് കേൾ എഫ് ആയാലും അപ്പൊ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി. ഒന്ന് ഡെൽ എഫ് ആണ്, ഒന്ന് ഡെൽ ക്രോസ് എഫ് ആണ്, ഒന്ന് ഡെൽ ഡോട്ട് എഫ് ആണ്. ആ 3 എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു എഫ് എന്ന് പറഞ്ഞൊരു സ്കാലാർ ഫംഗ്ഷൻ ആണ്. അതിനെ ഗ്രേഡിയന്റ് ചെയ്തു, ഗ്രേഡ് ഓപ്പറേറ്റർ കൊണ്ട് ചെയ്യുമ്പോൾ അതൊരു വെക്ടറായി. ആ വെക്ടറെ നമ്മൾ ഡൈവേർജൻസ് കാണും. അപ്പൊ ഡൈവേർജൻസ് ഓഫ് ഗ്രേഡ് ഓഫ് എഫ് ആണ്. ആദ്യം ഗ്രേഡ് എഫ് ഉണ്ട് കഴിഞ്ഞാൽ ഇതാന്ന് കിട്ടി. ഈ ഡെൽ ഡോട്ട് ഡെൽ എഫ്, അതായത് ഡെൽ ഓപ്പറേറ്ററിനെ നമ്മളെ ഗ്രേഡിയന്റ് ഓഫ് എഫിനെ കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഡെൽ ഓപ്പറേറ്റർ നമുക്കറിയാം. അപ്പൊ ഈ ഡെൽ ഓപ്പറേറ്റർ എപ്പോഴും നമ്മൾ മനസ്സിലാണ് കേട്ടോ. എന്നിട്ട് ഡെൽ എഫ് കണ്ടിട്ടുണ്ട്. ഈ ഡെൽ എഫിനോട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാണ്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഐ കോർഡിനേറ്റുകൾ തമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഇപ്പൊ പിന്നെ വൈ കോർഡിനേറ്റ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെറ്റ് സ്ക്വയർ. അപ്പൊ ഇതെന്താണ്, ഇതിനാണ് ലാപ്ലേഷ്യൻ ഓഫ് എഫ് എന്ന് പറഞ്ഞത് അല്ലെ. നമ്മൾ മുന്നേ ലാപ്ലേഷ്യൻ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നോക്കുക. അപ്പൊ നമ്മളെ റിസൾട്ട് എന്ന് പറഞ്ഞത് ഡൈവേർജൻസ് ഓഫ് ഗ്രേഡ് എഫിന്റെ ഗ്രേഡിയന്റ് ആക്കുക. ഒരു സ്കാലാർ ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനാദ്യം ഗ്രേഡിയന്റ് കാണാം. ആ ഗ്രേഡിയന്റിന്റെ എഫിന്റെ ഡൈവേർജൻസ് കണ്ടു കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ എഫ് ആണ്. അതായത് ഒരു എഫിന്റെ 2 തവണ ഗ്രേഡിയന്റ് കണ്ടതിന് ഈക്വൽ ആണ്. ഓക്കെ, ഇക്വേഷൻ വന്നൊന്നും ഡൗട്ട് ഇല്ല തോന്നുന്നു. ഡയറക്റ്റ് ഓപ്പറേഷൻസ് ആണ് നോക്കാം. നമ്മളിവിടെ എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ ഐ കോർഡിനേറ്റും മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്. പക്ഷെ ഇവിടെ ഓപ്പറേറ്റർ ആകുമ്പോൾ ഓപ്പറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ അവിടെ വർക്ക് ചെയ്യാന്നാണ് അർത്ഥം. അപ്പൊ ഈ ഒരു റിസൾട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ്. നമുക്കൊരു കമ്പ്യൂട്ട് ദ ഡൈവേർജൻസ് ആൻഡ് കേൾ ഓഫ് ദ വെക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ ഫീൽഡ് എന്നിട്ടുണ്ട്, അതിന്റെ ഡൈവേർജൻസും കേളും കാണണം. ഡൈവേർജൻസിൽ ഇവിടെ ഇപ്പം നമ്മളുടെ എക്സ് കമ്പോണന്റ് ഫംഗ്ഷൻസ് എക്സിലെ എക്സ് വൈ സെറ്റ് ആണ്, വൈയിലെ 3x² y ആണ്, സെറ്റിൻ്റെത് എക്സ് സെറ്റ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെറ്റ് ആണ്. അറ്റ് 1 to -1 നമുക്ക് എന്ത് ഡൈവേർജൻസും കേളും കാണുന്നത്. അപ്പൊ ഡൈവേർജൻസ് കാണുന്ന ഡെൽ ഓപ്പറേറ്റർ ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാം. അപ്പൊ ഡെൽ ഓപ്പറേറ്റർ നമ്മളെ കയ്യിലുണ്ട്, ഡോട്ട് പ്രോഡക്റ്റ് പി ഐ ക്യൂ ജി ആർ കെ. അപ്പൊ നമ്മൾ ചെയ്യുമ്പം ഡോ പി ബൈ ഡോ എക്സും ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ സെറ്റ് ആണ്. പി ക്യു ആർ ഒക്കെ എന്തുണ്ട്, അതിന് ആദ്യം പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുക, ക്യൂവിന് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുക, ആറിന് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് സെറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനമായിരിക്കും നമ്മളുടെ
ഡൈവേർജൻസ് എന്ന് പറയുന്നത് അടുത്ത കേള് കാണും. കേള് കാണുമ്പോൾ ഡെൽ ക്രോസ് എഫ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഐ ജെക്ക് ഇതൊക്കെ അതുപോലെ കൊടുക്കുക. പിക്ക് പകരം നമ്മൾ കമ്പോണന്റ് ഫംഗ്ഷൻ എക്സ് വൈ സെറ്റ് ചെയ്യാം. അപ്പോൾ ഐ ഇൻറ്റു ആദ്യം എന്താ ചെയ്യുക, ഐ ഇൻറ്റു വരുമ്പോൾ ഡോ ഇൻറ്റു നമ്മുടെ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഈ ഫംഗ്ഷൻ ചെയ്യാം, മൈനസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെറ്റ് കൊണ്ട് ചെയ്യാം, പ്ലസ് അതിന്റെ നേരത്തെ ഇക്വേഷൻ കൊടുത്ത പോലെ തന്നെ ഒന്നുമില്ല, നമ്മൾ ആ ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ കൊടുത്ത ഇക്വേഷനിൽ കൊടുത്ത പോലെ തന്നെ ഡോ വൈ ഓഫ് കാണുന്നിട്ട് അതിന്റെ ഓപ്പറേഷൻസ് കൃത്യമായിട്ട് ചെയ്യുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടിയല്ലോ നമ്മളുടെ ഈ ഒരു പോയിന്റ് കൊടുക്കാം. മറ്റേ പോയിന്റിലെ കേളും ഡൈവേർജൻസും ആണ് കാണേണ്ടത്, അത് ശ്രദ്ധിക്കുക. പ്രോബ്ലം 2 എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ആർ എന്ന് പറഞ്ഞിരിക്കുന്നു, അതിന്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഡൈവേർജൻസ് ഓഫ് ആർ 3 എന്നും കേൾ ഓഫ് ആർ 0 ആയിരിക്കും. അപ്പൊ നമുക്കൊരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്, അത് നമ്മൾ അതിന്റെ പൊസിഷൻ വെക്ടർ തന്നെയാണ്. ആ പൊസിഷൻ വെക്ടർ ഫീൽഡിന്റെ ഡൈവേർജൻസ് 3യും കേള് 0 എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആർ തന്നിട്ടുണ്ട്, ഡൈവേർജൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡെൽ ഡോട്ട് ആർ ചെയ്യുക, ഡെൽ ഓപ്പറേറ്റർ ഇൻറ്റു ഡോട്ട് ഇൻറ്റു ആർ 0. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എക്സ് 1 + 1 + 1 3 ആണ് വരിക. ഓക്കെ, ഫസ്റ്റ് കാര്യം പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ആ ഓപ്പറേഷൻ എന്താണ് എങ്ങനെയാ ചെയ്യാന്നുള്ള മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്ക് ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും എന്താണ് എങ്ങനെയാ ചെയ്യാന്ന് മനസ്സിലാക്കണം. അതിലെ കമ്പോണന്റ് ഫംഗ്ഷൻ വേർതിരിച്ച് പറയാൻ പറ്റണം, എന്നിട്ട് അതിൽ കൊടുക്കുക. അപ്പൊ ആ ഇക്വേഷൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാം. കേള് കാണാൻ വേണ്ടി ക്രോസ് പ്രൊഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഡിറ്റർമിനന്റ് കാണാണ് ആ ഇക്വേഷൻ ചെയ്ത് അതിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഡോ ബൈ ഡോ വൈ ഓഫ് സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാ ടേമുകളും 0 ആണ് വരിക, കാരണം ഇവിടെ ഒന്നും എന്ത് വരില്ല, സെറ്റില് വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പോയിന്റ് പോലില്ല, ഒക്കെ ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ ആണോ അല്ലെ. സെറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വൈ ആണ്. അപ്പൊ എല്ലാ ടേമുകളും 0 ആയി പോകുന്നുണ്ട്. Similarly, അടുത്ത പ്രോബ്ലം പറയുന്നത് if f is a vector field having continuous second partial derivative, then prove that divergence of curl f is equal to 0. ആദ്യം എഫിന്റെ കേള് കാണാം, പിന്നെ ഡൈവേർജൻസ് കണ്ടു കഴിഞ്ഞാൽ 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എഫ് ഏതൊരു വെക്ടർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും അപ്പൊ അങ്ങനെ 0 ആവാൻ നോക്കാം. അതിന് വേണ്ടി ആദ്യം നമ്മളൊരു വെക്ടർ ഫീൽഡ് എഫ് എടുത്തു, പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ. എന്നിട്ട് ആദ്യം കേള് കാണാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ കേള് കാണുന്നു, കേളിന്റെ ഇക്വേഷൻ നമുക്കറിയാം, കേൾ ഓക്കെ കിട്ടിക്കഴിഞ്ഞു. ഇതിന്റെ ഡൈവേർജൻസ് കാണാനാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഡെൽ ഡോട്ട് എഫ് പറഞ്ഞാൽ ഇതിന്റെ പിനെ എക്സ് കമ്പോണന്റിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സെക്കൻഡ് പ്ലസ് ഇൻറ്റു വൈ കമ്പോണന്റ് ഫംഗ്ഷനെ ഇവിടെ കിട്ടിയിരിക്കുന്ന വൈ കമ്പോണന്റ് ഫംഗ്ഷനെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുക, പ്ലസ് സെറ്റ് കമ്പോണന്റ് ഫംഗ്ഷൻ ഇവിടെ ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അത് നമ്മൾ കേളിനെ ഡൈവേർജൻസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക, ഇതിന് ഉള്ളോട്ട് എടുക്കുക. അപ്പൊ ഡോ സ്ക്വയർ ഐ ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ എക്സ് ഡോ സെറ്റ്, ഡോ സ്ക്വയർ പി. അപ്പൊ നമുക്ക് ഇതിനെ ഉള്ളോട്ട് എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, സെയിം ടേമുകൾ വരും. ആ സെയിം ടേമുകൾ തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് രണ്ടും സെയിം ടൈം ആണ്. ഇത് രണ്ടും ഇവിടെ തന്നെ കാണാം. ഡോ സ്ക്വയർ ഐ ബൈ ഡോ എക്സ് വൈക്ക് ഇവിടെ ഡോ വൈ ബൈ ഡോ എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും എഫ് ഒരു കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ ഉള്ള ഫംഗ്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, എഫ് ഇസ് എ വെക്ടർ ഫീൽഡ് ഹാവിംഗ് കണ്ടിന്യൂസ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പൊ അതിന്റെ എല്ലാ കമ്പോണന്റ് ഫംഗ്ഷൻ എന്തുണ്ട്, കണ്ടിന്യൂസ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോ എഫ് ബൈ ഡോ എക്സ് ബൈ ഡോ വൈ എന്ന് പറയുന്നതും ഡോ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും അല്ലെ. ഡോ എക്സ് ഡോ വൈ ആയിട്ടും ഡോ വൈ ഡോ എക്സ് ആയിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ക്യാൻസൽ ആയിട്ട് 0 ആയിപ്പോ. ഇതാണ് മിക്സ്ഡ് ഡെറിവേറ്റീവ് തിയറം ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞാണ്, അതൊക്കെ നോക്കാം. അടുത്ത പ്രോബ്ലം 4 ആണ്. പ്രൂവ് ദാറ്റ് ഫോർ എനി സ്കാലാർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഹൂസ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ കണ്ടിന്യൂസ്, സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയ ഫംഗ്ഷന്റെ കേൾ ഓഫ് ഗ്രേഡ് എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഏതൊരു സ്കാലാർ, അപ്പൊ നമ്മളൊരു സ്കാലാർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് എടുത്തു, അതിന്റെ കേൾ ഓഫ് ഗ്രേഡ് എഫ്, അതും എഫിന്റെ ഗ്രേഡിയന്റ് കാണുക, എന്നിട്ട് അതിന്റെ കേള് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഗ്രേഡ് എഫ് ആദ്യം കണ്ടു, ഡെൽ എഫ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെറ്റ് കെ ആണ്. ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ നമ്മൾ വർക്ക് ചെയ്തു. അതിന്റെ കേള് കാണാണ്, കേള് കാണാൻ വേണ്ടി ഐ ജെ കെ. അപ്പോ ഇവിടെ നമ്മുടെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് ആണ് കേളിന്റെ കേളാണല്ലോ, ഡെൽ ക്രോസ് എഫ് അല്ലേ, ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ സെറ്റ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, സെയിം ടൈം തന്നെയാണ് ഇവിടെ വരാൻ. ഡോ വൈ ഡോ സെറ്റ് ആണ് ഇവിടെ അടിയിൽ, ഇവിടെ ഡോ സെറ്റ് ഡോ വൈ ആണ്. അപ്പൊ ഇതൊക്കെ സെയിം ടൈമിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 0 ആയിപ്പോയി. ഇതെല്ലാം 0 ആയിപ്പോയി. വീണ്ടും നമുക്ക് എന്താ ടോട്ടൽ 0ലേക്ക് വരില്ലേ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, ഒരു വെക്ടർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് കേളോ
മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 0 വരുന്നു അല്ലെ 3 വരുന്നൊക്കെ ആണെങ്കിൽ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ആ ഓപ്പറേറ്റർ നമ്മൾ ചെയ്ത് കൊടുക്കുക. ആ ഓർഡറിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്ന് 0 ആയി പോകുന്നില്ലെങ്കിൽ ഈക്വൽ 0 എന്ന് ഇട്ട് വെക്കുക. സിമിലർലി നമ്മുടെ ഫിഫ്ത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ദ വെക്ടർ ഫീൽഡ്, നമുക്കൊരു വെക്ടർ ഫീൽഡ് ഫംഗ്ഷൻ ഉണ്ട് സോളിനോയിഡ് എന്നാണ്. അപ്പോൾ ഒരു വെക്ടർ ഫീൽഡ് സോളിനോയിഡിലാവുന്ന എപ്പോഴായിരുന്നു? സോളിനോയിഡ് ഇൻകംപ്രസിബിൾ എന്നൊക്കെ പറയുന്നത് ഡെൽ ഡോട്ട് എഫ് 0 ആയാലായിരുന്നു. അപ്പൊ നമുക്ക് എഫ് ഉണ്ട്, അതിന്റെ ഡൈവേർജൻസ് ഓഫ് എഫ് കാണാം, ഡൈവേർജൻസ് ഓഫ് എഫ് കാണുമ്പോൾ നമ്മൾ ഡെൽ ഓപ്പറേറ്ററിന് നമ്മളെ വെക്ടർ ഫീൽഡ് ഫംഗ്ഷൻ കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുക. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എക്സ് കമ്പോണന്റ് ഫംഗ്ഷനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുക, വൈ കമ്പോണന്റ് ഫംഗ്ഷനെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുക, സെഡ് കമ്പോണന്റ് ഫംഗ്ഷനെ സെഡ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുക. സോ നമുക്ക് 0 ആയിരിക്കും വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ 0 ആണ്, നമ്മൾ ചെയ്ത് നോക്കുക, 0ലേക്ക് വരും. അതേപോലെ പ്രോബ്ലം 6 എന്ന് പറഞ്ഞത് ഇഫ് എ ഈസ് കോൺസ്റ്റന്റ് വെക്ടർ ആൻഡ് ആർ ഈസ് ഈക്വൽ ടു xi plus yj plus zk. ഓക്കെ, കേൾ ഓഫ് എ ക്രോസ് ആർ എന്ന് പറഞ്ഞ് 2a എന്നാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് വെക്ടർ ആണോ? അപ്പൊ എ എന്ന് പറഞ്ഞത് a1i plus a2j plus a3k. എ ക്രോസ് ആർ ആണ് കാണേണ്ടത്. അപ്പൊ ijk a1 a2 a3, ആറിൻ്റെത് xyz കാണാം. അപ്പൊ എ ക്രോസ് ആർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും, ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അതിന്റെ കേള് കാണാം, കേൾ ഓഫ് എ ക്രോസ് എഫ്. അപ്പൊ ഡെൽ ക്രോസ് എഫ് ആണ് കണ്ടത്. ഡെല്ലിന്റെ ijk ഡോ ബൈ ഡോ എക്സ് ഡോ വൈ ബൈ ഡോ സെറ്റ് ഡോ ബൈ ഡോ സെറ്റ് ഡെൽ ഓപ്പറേറ്ററിന്റെ XYZ കമ്പോണൻസ്. അതുപോലെ എ ക്രോസ് ആർ കണ്ടു, അതിന്റെ XYZ കമ്പോണൻസ് അവിടെ എഴുതി, ഓർഡർ എഴുതി. എന്നിട്ട് നമ്മൾ അതിന്റെ എന്ത് കാണാണ്, ഡിറ്റർമിനന്റ് കാണുകയാണ്. അപ്പൊ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്താ വരുന്നത്, ഇവിടെ ഡോ ബൈ അവിടെ സെറ്റ്, ഇവിടെ A2 മാത്രമേ വരുള്ളൂ അല്ലെ, ഇവിടെ A2 മാത്രമേ വരുള്ളൂ. ഡോ ബൈ ഡോ എക്സ് ഇവിടെ ബാക്കിയെല്ലാം 0 ആയി പോകില്ലല്ലോ, ഇവിടെ A2 വരും. അപ്പോൾ 2a1i plus 2a2j plus 2a3k. അപ്പൊ നമുക്ക് ഇവിടുന്ന് 2നെ പുറത്തേക്ക് എടുക്കാം, ബാക്കി a1i plus a2j plus a3k എന്ന് പറഞ്ഞാൽ a ആയിരിക്കും, നമുക്ക് 2a ആണ് വരിക. ഓക്കെ, അപ്പൊ സിംപ്ലി നമ്മളോട് പറഞ്ഞിട്ട് നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാ ചെയ്യുക, ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാ ചെയ്യുക. അപ്പൊ ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്തു പോയാൽ വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒന്ന് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാൻ പറയണം, ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഒക്കെ ബേസിക്സ് ആണ്, നിങ്ങൾ +2 പഠിച്ചാണ് ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റ് ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ അധികം ചർച്ച ചെയ്യാത്തത്. പിന്നെ പോരാത്ത നമുക്ക് മുന്നത്തെ ചാപ്റ്ററിലൊക്കെ ഞാൻ ഈ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും പറഞ്ഞതുമാണ്. എന്നിട്ട് മനസ്സിലാവാത്തവരുടെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഗൂഗിളിലൊക്കെ അതിന്റെ മെത്തേഡ് കൃത്യമായിട്ടുണ്ട്. സിമിലർലി നമ്മളെ 7th പ്രോബ്ലം എന്ന് പറഞ്ഞത് യു എന്ന് പറയുന്നത് ഒരു വെക്ടർ ഫീൽഡ് വന്നിട്ടുണ്ട്, അത് ഇറൊട്ടേഷണൽ ആയിരിക്കും. ഒരു വെക്ടർ ഫീൽഡ് ഇറൊട്ടേഷൻ ആവുക എന്ന് നേരത്തെ പറഞ്ഞു, ഡെൽ ക്രോസ് എഫ് 0 ആകുമ്പോഴായിരിക്കും. എഫ് ഒരു വെക്ടർ ഫീൽഡ് ആണെങ്കിൽ അതിന്റെ ഡെൽ ക്രോസ് എഫ്, അതിന്റെ കേൾ എഫ് 0 ആകുമ്പോഴാണ് ഇറൊട്ടേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് കേൾ യു ഇസിക്കൽ 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ കേൾ യു കാണാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, ഡെൽ ക്രോസ് യു ചെയ്യുക. നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു സാധനം ചെയ്യും, ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ 0 വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഇറൊട്ടേഷൻ ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ അതിന്റെ ഓപ്പറേറ്ററുകളൊക്കെ ചെയ്യാണ്. അപ്പൊ നമുക്ക് കേൾ യു അവസാനം എന്ത് വരുന്നുണ്ട്, az - 2zj plus 2x - axk. നമ്മളോട് ഇറൊട്ടേഷണൽ ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. ഇത് ഇറൊട്ടേഷണൽ ആണെന്നല്ല കാണാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ വെക്ടർ ഫീൽഡ് ഇറൊട്ടേഷണൽ ആണെങ്കിൽ എന്റെ വാല്യൂ എന്താണ്. അപ്പൊ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഇൻക്ലൂഡിങ് എ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നുണ്ട്. ഇത് ഇറൊട്ടേഷണൽ ആയതുകൊണ്ട് ഇത് ഈക്വൽ 0 വരണം. ഇത് 0 വരണമെങ്കിൽ എക്ക് ഇവിടെ എന്താണ് 2 വന്നു കഴിഞ്ഞാൽ മാത്രം 0. അപ്പൊ എന്റെ വാല്യൂ 2 ആയിരിക്കും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യാം അല്ലെ. az - 2z is equal to 0. z ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ a is equal to 2 വരും. ഇവിടുന്ന് നമുക്ക് a is equal to 2 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം തീർന്നിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് വെക്ടർ ഫീൽഡ് എന്താ മനസ്സിലാക്കി വെക്കുക, അതിന്റെ കേളും എഫും ഗ്രേഡിയന്റ് ഒക്കെ കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കും. മിക്സ് ആക്കി ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണ് ഇന്നർ പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും കാണുന്നത് മനസ്സിലാക്കാൻ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണുള്ളത് അതിന്റെ ഓർഡറിൽ തന്നെ ചെയ്തു പോകും. അപ്പൊ എളുപ്പത്തിൽ കിട്ടാവുന്നേ ഉള്ളൂ. അധികം ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. ഒന്ന് ഡിഫറൻഷിയേഷൻ ചെയ്യാനും പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യാനും ഇന്നർ പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും ചെയ്യുന്ന ഒന്ന് എയിം ആക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളെ കുറച്ചും കൂടി നല്ല ഇന്റഗ്രേഷൻസ് ഭാഗത്തിലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞാൽ കോംപ്ലക്സിന്റെ ഭാഗങ്ങളും കൂടി കഴിഞ്ഞ് നമുക്ക് നമ്മളെ ഈ ഒരു സിലബസിനെ തീർക്കാവുന്നേ ഉള്ളൂ. സോ എന്തായാലും താങ്ക് യു.